വൈകുന്നേരത്തേക്ക് നമുക്ക് ചായക്കായിട്ട് ഞാൻ നല്ലൊരു പക്കവട ഉണ്ടാക്കുന്നതാണ് ഈ കാണിക്കുന്നത്. ഞാൻ അതിനായിട്ട് ഒരു പാത്രം കടലമാവ് എടുത്തിട്ടുണ്ട്. ഒരൊറ്റ മുളക് ചോപ്പ് ചെയ്തതെടുത്തത് അതും അതിനകത്തോട്ട് ഇട്ടിട്ടുണ്ട്. മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ നമ്മൾ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ കുനുകുനാന്ന് അരിഞ്ഞ ഇഞ്ചി, ഒരു പീസ് ഇഞ്ചി കുനുകുനാന്ന് അരിഞ്ഞിട്ട് അതിലിട്ട് കൊടുക്കുക. ഒരു സവാളയാണ് ഞാൻ കൊത്തി അരിഞ്ഞേക്കുന്നത്, അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു പാത്രം വെള്ളവും കൂടെ അതിനകത്ത് ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ അതിൽ ഉപ്പിടുക, ഒരു കുഞ്ഞ് ടീസ്പൂൺ ഉപ്പ് ഇട്ടതിന് ശേഷം നമുക്ക് അതിനകത്തോട്ട് ഒരു പാത്രം വെള്ളം ഒഴിച്ചിട്ട് കുറേശ്ശെ മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് വെള്ളം ഒഴിക്കരുത്, കാരണം നമുക്കിങ്ങനെ സ്പൂണിൽ കോരി ഒഴിക്കാവുന്ന പരുവത്തിലായിരിക്കണം ഉണ്ടാവേണ്ടത്. അങ്ങനെ നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അതിനകത്തോട്ട് ഒരു 2 ടീസ്പൂൺ മൈദാമാവും കൂടി ഇട്ട് കൊടുക്കുക. മൈദാമാവ് ഇട്ടതിന് ശേഷം ഒന്നും കൂടെ ഇളക്കിയിട്ട്, മൈദാമാവ് ഇട്ട് കൊടുക്കുന്നതും അപ്പോൾ ഒരു കോമ്പിനേഷൻ ശരിയാവാനാണ്. ഇനി അതിനകത്തോട്ട് നമുക്ക് നമുക്കൊരു ടേസ്റ്റിന് ഫ്ലേവറിന് വേണ്ടിയിട്ട് നമുക്കതിനകത്തോട്ട് ക്രിസ്പി ആയിരിക്കാൻ ഒരു ടീസ്പൂൺ അരിപ്പൊടിയും കൂടെ നമ്മളതിനകത്തോട്ട് ചേർക്കുന്നുണ്ട്. അത് പോരാത്തതിന് നമ്മൾ അതിൻ്റെ കൂടെ നമുക്കൊരു ടേസ്റ്റിനും ഫ്ലേവറിനും വേണ്ടിയിട്ട് നമ്മൾ 1 ടീസ്പൂൺ ഈ മസാലയില്ലേ, ചിക്കൻ മസാലയും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലേവർ അതിനകത്ത് വരും. അതും കൂടി ഇട്ടതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്യുക. നല്ലപോലെ മിക്സ് ചെയ്തിട്ട് പിന്നെ ഒരു പൊടി അപ്പസോഡയും കൂടി ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് ഒരു 2 മിനിറ്റ് റെസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് അടിപൊളിയായിട്ട് കുഞ്ഞായിട്ട് നമുക്ക് കോരി ഒഴിച്ച് അത് പാകം ചെയ്തെടുക്കാം. പാകം ചെയ്യുന്നതിനായിട്ട് നമ്മൾ കഴുകിയെടുത്തൊരു കുഞ്ഞ് ചീനിച്ചട്ടി എടുത്ത് നമ്മൾ ഗ്യാസ് സ്റ്റൗവിൽ വെച്ച് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് നല്ല വെളിച്ചെണ്ണയാണ് ഞാൻ എടുക്കുന്നത്. വെളിച്ചെണ്ണയാണ് നമുക്ക് എപ്പോഴും നല്ലത്, ശരീരത്തിന് നല്ലത് വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണ എടുത്ത് അതിനകത്തോട്ട് ചൂടായ വെളിച്ചെണ്ണയ്ക്കകത്തോട്ട് നമ്മൾ കുഞ്ഞായിട്ട് ഇങ്ങനെ കോരി ഒഴിച്ച് ചുട്ടെടുക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. വളരെ സിമ്പിളായിട്ടുള്ളൊരു ഐറ്റമാണ്. പിള്ളേർക്ക് വൈകുന്നേരങ്ങളിൽ ഈവനിങ് സ്നാക്സായിട്ടും നമുക്ക് വലിയവർക്കും ഒക്കെ നല്ലതാണ്. പിന്നെ ഇങ്ങനെ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നതിനേക്കാളൊക്കെ എത്രയോ നല്ലതല്ലേ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട് എങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ. ഇതേപോലെ എന്തെങ്കിലും കുഞ്ഞു കാര്യങ്ങളുമായിട്ട് വീണ്ടും വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ഞാൻ ഒന്ന് വിട പറയുകയാണ്. പിന്നെ ഇതുപോലെ നമുക്ക് ഈ ചുട്ടെടുത്ത് കഴിഞ്ഞാൽ എത്ര കുറഞ്ഞ മാവ് കൊണ്ട് തന്നെ നമുക്ക് കുറച്ച് അധികം തന്നെ ഉണ്ടാവും. നമുക്ക് ഇപ്പോൾ ഞാനും മക്കളും തന്നെ ഉള്ളൂ, അപ്പോൾ കുറച്ച് ഐറ്റംസ് മതി. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളൊക്കെ ട്രൈ ചെയ്യുക. ഇത്തിരി മാവ് കൊണ്ട് തന്നെ നമുക്ക് ഒത്തിരി സ്നാക്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഒരു നേരത്തേക്കൊക്കെ വളരെ പെട്ടെന്ന് ഒരു 5 മിനിറ്റ് കൊണ്ട് നമുക്ക് എടുക്കാൻ പറ്റിയൊരു സാധനമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ബൈ.